കടൽ തീരത്ത് എന്ന ഒ.വി. വിജയൻ്റെ ചെറുകഥയുടെ ഒരു ഭാഗം. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിൻ്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലിട നേരെ നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനും അപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മകനെ. കണ്ടുണ്ണി മറുവിളി വിളിച്ചു, അപ്പാ. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ, മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മകനെ, നീ എന്തു ചെയ്തു? എനിക്ക് ഓർമ്മയില്ലപ്പാ. മകനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എൻ്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പാ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. 2 വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. കാരണവരെ, പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കും പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു. അവസാനത്തെ തിരിഞ്ഞു നോട്ടത്തിൻ്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നകന്നു. ജയിലിൻ്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകൻ്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയമറിഞ്ഞു. ഒരു പേറ്റിച്ചയെപ്പോലെ തൻ്റെ മകൻ്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നേറ്റുവാങ്ങി. കാരണവർക്ക് താല്പര്യമുള്ളതുപോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിൻ്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? യജമാനന്മാരെ, എൻ്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെള്ളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. തോടച്ച് കെട്ടിത്തന്ന കുതിച്ചോറാണ്. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിൻ്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കുത്താൻ ഇറങ്ങി വന്നു.